അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തി. ദാവൂദ് ഇബ്രാഹിം സംഘത്തിലെ ഉന്നത അംഗവും കുപ്രസിദ്ധ മയക്കുമരുന്ന് രാജാവുമായ സലീം തോലയെ ചൊവ്വാഴ്ചയാണ് ഇന്ത്യയിലേക്ക് നാടുകടത്തിയത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും അന്താരാഷ്ട്ര ഏജൻസികളും തമ്മിലുള്ള വിജയകരമായ ഏകോപിത പ്രവർത്തനത്തിന് ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു പ്രത്യേക വിമാനത്തിൽ ദോലയെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചു. തുർക്കിയിലെ ഇസ്താംബൂളിൽ ഡോള അറസ്റ്റിലായതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അധോലോക മയക്കുമരുന്ന് വ്യാപാരത്തിന് കനത്ത തിരിച്ചടിയായി അദ്ദേഹത്തെ നാടുകടത്തൽ കണക്കാക്കപ്പെടുന്നു. കാരണം ഡി കമ്പനിയുടെ മയക്കുമരുന്ന് പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗം വിദേശത്ത് നിന്നാണ് ഇയാൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും ആരോപിക്കപ്പെടുന്നു. പ്രതിവർഷം 5000 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന് ശൃംഖലയാണ് ഇയാൾ നടത്തിയിരുന്നതെന്ന് ആരോപിക്കപ്പെടുന്ന സംഘം. എന്നാൽ രാജ്യാന്തര സിൻഡിക്കേറ്റിന്റെ വരുമാനത്തെക്കുറിച്ച് ഒരു കണക്കും ലഭ്യമല്ല. ഡോളയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാണ്. അദ്ദേഹത്തിന്റെ മനുഷ്യക്കടത്ത് ശൃംഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയും. അറസ്റ്റ് വാർത്ത പുറത്തു വന്ന ഉടനെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുംബൈ പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. വിമാനത്താവളത്തിലെത്തിയ ഉടൻ തന്നെ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തീവ്രമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം ഡോലയെ കൂടുതൽ നിയമ നടപടികൾക്കും അയാളുടെ വിപുലമായ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണത്തിനുമായി മുംബൈ പോലീസിന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കോ കൈമാറുമെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 2025 ജൂണിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൻ താഹിർ ദോലയെ വിജയകരമായി നാടുകടത്തിയതോടെ ആരംഭിച്ച് ഇന്ത്യൻ അധികാരികൾ നേടിയ നിരവധി ഉന്നത നിയമ വിജയങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് സലീം ദോലയുടെ നാടുകടത്തൽ. മാസങ്ങൾക്ക് ശേഷം ഡോലയുടെ ശൃംഖലയിലെ പ്രാഥമിക കൂട്ടാളിയായ സലീം മുഹമ്മദ് സൊഹൈൽ ഷെയ്ഖിനെ ദുബായിൽ നിന്നും നാടുകടത്തുകയും തുടർന്ന് മുംബൈ ആന്റി നാർക്കോട്ടിക് സെൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴും ഈ ആക്കം തുടർന്നു. വൻതോതിലുള്ള മയക്കുമരുന്ന് നിർമ്മാണം, അന്താരാഷ്ട്ര കള്ളക്കടത്ത് മുതൽ മറ്റ് നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വരെ ഇന്ത്യയിൽ നിരവധി കുറ്റങ്ങൾ നേരിടുന്ന ഒരു സംഘടനയെ ചുറ്റിപ്പറ്റിയുള്ള വല ശക്തമാക്കുന്നതിനെ ഈ പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചു. മയക്കുമരുന്ന് അന്വേഷണങ്ങൾക്ക് പുറമെ സലീം ഡോളയും കൂട്ടാളിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീവ്രമായ പരിശോധനയിലാണ്. അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡുകളിൽ 126 കിലോഗ്രാം 141 ഗ്രാം മെഫെഡ്രോണും 25,22,000 ഇന്ത്യൻ രൂപയും അധികൃതർ പിടിച്ചെടുത്തു. ഇസ്താംബൂൾ പോലീസ് വകുപ്പ് ഉന്നതനായ തടവുകാരനാവശ്യമായ സ്റ്റേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇന്റർപോൾ റെഡ് നോട്ടീസ് പ്രകാരം 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ഡോള നിരവധി കുറ്റങ്ങൾ നേരിടുന്നു. കാര്യമായ നിയമലംഘനങ്ങൾക്ക് കുറഞ്ഞത് ഒരു ദശാബ്ദക്കാലത്തെ തടവ് ശിക്ഷ ഈ ഇന്ത്യൻ നിയമനിർമ്മാണം നിർദ്ദേശിക്കുന്നു. കൂടാതെ ജാമ്യത്തിന് കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും വാണിജ്യാടിസ്ഥാനത്തിലുള്ള മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുമ്പോൾ NTPS നിയമത്തിലെയും മറ്റ് കുറ്റകൃത്യങ്ങളിലെയും വ്യവസ്ഥകൾ പ്രകാരം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.